ഹായ് വെൽക്കം ടു എജൂബിൾസ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടറ്റ് എക്സാമിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ എക്സാം നടക്കുന്നത് വരെ, അപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മുടെ എക്സാം ഉടനെ തന്നെ വരും. സോ അതുവരെ നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. നമുക്ക് എല്ലാ ദിവസവും അല്ലേ, വീക്കെൻഡിലുള്ള ഓഫ് ഒഴികെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും സൈക്കോളജി മാത്രമല്ല മറ്റുള്ള ടോപ്പിക്കുകളൊക്കെ ഇതിലൂടെ കടന്നു വരും. നമ്മളൊരു പ്രത്യേകം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് നമുക്ക് ലേണിങ്ങിൽ വളരെ എഫക്റ്റീവായ ഒരു മെത്തേഡാണ് നമ്മൾ കേട്ടറ്റിൽ ഫോളോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാമുകളിൽ ഈ മെത്തേഡ് കൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളെ കേട്ടറ്റിൻ്റെ വിജയശില്പികളാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? താഴെ പറയുന്നതിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് അല്ലേ, അതിൻ്റെ പ്രത്യേകത ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജിയിൽ പലതരം ഡിഫറെൻറ്റ് ശാഖകളുണ്ട്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയെ വ്യത്യസ്തമാക്കുന്നത്? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്. കോൺസ്റ്റന്റ്ലി ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്. സയൻസ് പോലെ തന്നെ ട്രൂത്ത് സെർച്ച് ചെയ്യുന്ന ഒരു ശാഖ തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇറ്റ് എംപ്ലോയ്സ് സയന്റിഫിക് മെത്തേഡ്സ് ഫോർ സ്റ്റഡിങ് ലേണേഴ്സ് ബിഹേവിയർ. ലേണേഴ്സിന്റെ ബിഹേവിയർ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, ബിഹേവിയർസ് ഒക്കെ അല്ലേ. അപ്പോൾ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നോമറ്റീവ് സയൻസ്. അതൊരു നോമറ്റീവ് സയൻസ് ആണെന്ന് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. കാരണം ഇല്ലേ, നമുക്കറിയാം ഫിലോസഫി ഒക്കെ ഡീൽ ചെയ്യുന്നത് പോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഇതൊരു പോസിറ്റീവ് സയൻസ് തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോ ഈ ഓപ്ഷൻസ് ആണ് ഇവിടെ ശരിയല്ലാത്തത്. 4ാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ്. ഇതൊരു അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് ആണ്. യെസ്, അപ്ലൈഡ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഇവിടുത്തെ ഓപ്ഷൻ സി, ഇതൊരു മാനദണ്ഡ ശാസ്ത്രം. ഇംഗ്ലീഷ് നോക്കിയാൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെ മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ BEd ഒക്കെ പഠിച്ചവരാകുമ്പോൾ ഇംഗ്ലീഷ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ മലയാളം കൂടി നോക്കണം. കാരണം നമുക്ക് അടുത്ത എക്സാം LP UP എക്സാം വരുമ്പോൾ മലയാളത്തിലെ ചോദ്യം ഉണ്ടാവും. അപ്പൊ അവിടെ കുറേ സാധനങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പിയാഷയുടെ സ്റ്റേജ് തിയറികളൊക്കെ നമ്മൾ അവിടെ മാറിപ്പോവും. പ്രാഗ് മനോവ്യാപാര ഘട്ടം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് പറയാം. അപ്പൊ സിമ്പിളായ കാര്യങ്ങൾ ടഫായി പോകും. സോ നമുക്ക് ഏതായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ, അതായത് ഐഡന്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചറലിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എല്ലാ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സൈക്കോളജിയുടെ ഒരു പ്രത്യേകത കാറ്റഗറി 1, 2, 4 ഇതിലൊക്കെ നമുക്ക് ഏകദേശം ഒരേ രീതിയിലാണ് ടോപ്പിക്കുകൾ വരുന്നത്. പക്ഷേ ഓരോന്നിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ സ്ട്രക്ചറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാടാ? അത് ജോൺ ഡൂയി, RS വുഡ്സ്വർത്ത്, EB ടിച്ച്നർ, EL തോണ്ടൈൻ. ആരാണ് വരുന്നതാ? ആരാണ് വരുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. സ്ട്രക്ചറലിസത്തിന്റെ വക്താവിടെ ആരാണ്? അത് ടിച്ച്നറാണ്. ആരാണ്? ടിച്ച്നറാണ് അല്ലേ. അപ്പൊ വില്യം വൂണ്ട് അല്ലേ, വില്യം വൂണ്ട്, അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ പഠിക്കാണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറലിസത്തിന്റെ വക്താക്കള്, അതുപോലെ തന്നെ മറ്റു പല സൈക്കോളജിയിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട മറ്റ് ഫങ്ഷനിസം, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഹ്യൂമനിസം വരെയുള്ള പീരീഡ് ഒരുപാട് എവല്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് സൈക്കോളജി ഇതുവരെ ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഘടനാവാദം അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് EB ടിച്ച്നർ. ആരാണ്? ടിച്ച്നർ. ഓക്കെ, ഇവിടെ നോക്കി ജസ്റ്റ് മനസ്സിലാക്കാം. ഘടനാവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് അല്ലെ. നമ്മൾ മനസ്സിലാക്കണം, വില്യം വൂണ്ടാണ്.
അദ്ദേഹത്തിന്റെ കൂടെയാണ് ആര് EB ടിച്ച്നർ വരുന്നത്. ടിച്ച്നർ. ഓക്കെ, ഇനി അതിൽ തന്നെ മറ്റു ഓപ്ഷൻസുകളൊക്കെ ജോൺ ഡ്യൂയി ഫങ്ഷണലിസത്തിന്റെ ആളാണ്. ആര്? ഫങ്ഷണലിസം, അതിന്റെ വക്താവാണ് ആര്? ജോൺ ഡ്യൂയി. കൂടാതെ EL തോണ്ടേക്ക് നമുക്കറിയാം ബിഹേവിയറിസം. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നല്ലേ ബിഹേവിയറിസത്തിനെ കുറിച്ച് അല്ലെ ഒരുപാട് ശാഖകൾ ഉണ്ടെങ്കിലും പിന്നീട് പലതിലും പല മാറ്റങ്ങളും വന്നു അതൊക്കെ അല്ലെ. പിന്നെ ബിഹേവിയറിസത്തിന്റെ വക്താവാണ് തോണ്ടൈക്ക്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വന്നു, ഹ്യൂമനിസം വന്നു, ഇങ്ങനെ പലതും അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വില്യം വൂണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുക. അദ്ദേഹമാണ് സ്ട്രക്ചറലിസത്തിന്റെ പിതാവ്. അദ്ദേഹം ജർമ്മനിയിലാണ് ഈ ഒരു സ്ട്രക്ചറലിസം രൂപം കൊണ്ടിട്ടുള്ളത്. 1879 മുതൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. അപ്പൊ നമുക്കറിയാം സ്ട്രക്ചറലിസത്തിൽ മനസ്സിനെ ഘടകങ്ങളാക്കി പഠിക്കാം എന്നുള്ളതാണ് അല്ലെ. ഓരോ പാർട്ടായിട്ട് മനസ്സിനെ ഓർമ്മ അല്ലെ, അതുപോലെ സംവേദനം, ഭാവന, ഇങ്ങനെ ഘടകങ്ങളാക്കി മനസ്സിനെ പഠിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഈ വക്താക്കൾ അവതരിപ്പിച്ചു. പക്ഷെ പിന്നീടാണ് അതിലൊക്കെ മാറ്റങ്ങൾ വന്നത് അല്ലേ. എന്ത് ചെയ്തു, നമുക്കിപ്പോ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ജസ്റ്റാൾട്ട് തിയറി പിന്നീട് വന്നല്ലേ. അതായത് ഒരു പുഴയിൽ ഉള്ള ജലത്തുള്ളിയെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ ഘടകങ്ങളായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്നാണ് ജസ്റ്റാൾട്ട് തിയറി പറഞ്ഞിട്ടുള്ളത്. സോ വളരെ നിർബന്ധമായിട്ട് ഈ തിയറികളെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ആദ്യം സ്ട്രക്ചറലിസം 1879 പിന്നീടാണ് സൈക്കോ അനാലിസിസ് 1896 അല്ലെ. നമുക്ക് ഫ്രോയിഡിനൊക്കെ ഓർമ്മ വരണം. പിന്നെ ഫങ്ഷണലിസം നമ്മൾ പറഞ്ഞു. പിന്നെ ജസ്റ്റാൾട്ട് 1912, 1913 ബിഹേവിയറിസം. അപ്പൊ നമ്മൾ ബിഹേവിയർസ് ആണ് സൈക്കോളജികൾക്ക് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ കൊഗ്നിറ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഏറ്റവും ലാസ്റ്റ് ഹ്യൂമനിസം. ഓക്കെ, ഇതാണ് വ്യത്യസ്ത ശാഖകളായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം താഴെ പറയുന്നവയിൽ പ്രേരണ, അതായത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഇത് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം കേട്ടോ. അച്ചീവ്മെന്റ് മോട്ടിവേഷനെ കുറിച്ചുള്ള മക്ലെലൻ അല്ലെ ഏറ്റവും നന്നായി നിർവചിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എബിലിറ്റി ടു അഡാപ്റ്റ് ഫെയിലിയേഴ്സ്, പരാജയങ്ങളെ നേരിടുക, അതാണോ അതിനോട് പൊരുത്തപ്പെടുക, അതാണോ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെ ടെൻഡൻസി ടു അവോയ്ഡ് ചലഞ്ചിങ് എൻവയോൺമെന്റ്, അല്ലെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവണത. ദ ഡിസൈർ ടു എക്സൽ അതേഴ്സ് ഇൻ കോമ്പറ്റീഷൻ, അല്ലെ മറ്റുള്ളവരെ മറികടക്കുക, ഒരു മാത്സര്യ ബുദ്ധി. ദ ഇന്റേണൽ ഡ്രൈവ് ടു അക്കംപ്ലിഷ് ഗോൾ ആൻഡ് എക്സൽ ഇൻ ടാസ്കിൽ, നമുക്ക് ഒരു ഗോൾ നേടിയെടുക്കാനുള്ള ഒരു ഇന്റേണൽ ഡ്രൈവ്. ഇതിൽ ഏത് ആൻസർ ആണ് ഓപ്ഷൻ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് വരുന്നത്? സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുമുള്ള ആന്തരിക പ്രചോദനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വ്യക്തിത്വ വികസനത്തിൽ ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. അതായത് ഇംഗ്ലീഷ് ജസ്റ്റ് നോക്കൂ. ദ പേഴ്സണാലിറ്റി തിയറി. എന്താ ചോദിച്ചത്? പേഴ്സണാലിറ്റി തിയറിയെ കുറിച്ചാണ്. വിച്ച് ഹൈലൈറ്റ്സ് ദ ഇമ്പാക്ട് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു? അതിന്റെ ഇമ്പാക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നു ഓൺ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിൽ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഇമ്പാക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഏതാണ്? ഒന്ന് സെൽഫ് തിയറി ബൈ കാൾ റോജേഴ്സിന്റെ സെൽഫ് തിയറി, കാൾ യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറി, സൈക്കോ അനാലിസിസ് ബൈ ഫ്രോയിഡ്, ട്രൈറ്റ് തിയറി ബൈ ആൽപോർട്ട്. ഏതാണ് ഇവിടെ കറക്റ്റ് വരുന്നത്? അത് കറക്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. ഇവിടെ എല്ലാ തിയറികളും പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ട്രൈറ്റ് തിയറി. എന്താണ് ട്രൈറ്റ് തിയറി? നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. ആൽപോർട്ടിനെ കുറിച്ച് നോക്കണം. കാരണം പേഴ്സണാലിറ്റി എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ഓരോ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ചില ടോപ്പിക്കുകളിൽ 2 or 3 ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു അധ്യാപക വിദ്യാർത്ഥി, അനുഭവ സമ്പന്നനായ ഒരു അധ്യാപകന്റെ ബോധന തന്ത്രങ്ങൾ നിരീക്ഷിച്ച് അവരിൽ നിന്നുള്ള പഠന സാങ്കേതിക വിദ്യകൾ സ്വന്തം ക്ലാസ്സിൽ പ്രയോഗിക്കുന്നു. ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് നോക്കൂ. If a student teacher observe the teaching methods of an experienced teacher
ആൻഡ് അപ്ലൈസ് ദ ലേൺ ടെക്നിക് ഇൻ ദെയർ ഓൺ ക്ലാസ് റൂം. ഇവിടെ ഇത് ഏത് രീതിയാണ്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. നിങ്ങളൊന്ന് പറഞ്ഞോ ഏതായിരിക്കും? നമ്മളൊരാളെ ക്ലാസ് വീക്ഷിക്കുന്നു, ഇവിടെ കറക്റ്റ് വരുന്ന ഏതാണ്? അത് സോഷ്യൽ ലേണിംഗ് ആണ്. ആരുടേതാണ് സോഷ്യൽ ലേണിംഗ്? ആൽബർട്ട് ബന്ദുര അല്ലെ, ബന്ദുരയുടെ ബോബോ അല്ലെ, ആ ഒരു പാവയുടെ പരീക്ഷണമൊക്കെ അറിയില്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? കുട്ടികള് ടി വിയുള്ള നടന്മാരെ, നടന്മാരെ അനുകരിക്കുക, ഈ അനുകരണത്തിനെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ ലേണിംഗ്. എന്നാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഡേവിഡ് കോൾബ്, നിങ്ങൾക്കറിയില്ലോ, ഡേവിഡ് കോൾബിനെ ഓർത്തിരിക്കുക. കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെ, വൈഗോട്സ്കിയെ നമ്മൾ മറക്കരുത്. അതുപോലെ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളുടെ ഇൻസൈറ്റ് അല്ലെ, കൊഹ്ലറെ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓരോ തിയറിയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സവിശേഷത. അപ്പോൾ നമ്മൾ ഇത് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, അതായത് സ്പെസിഫിക് ഫാക്ടർ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ടു ഓപ്പറേഷൻ. SIO മോഡൽ അല്ലേ, SIO മോഡൽ അല്ലേ, നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ മോഡൽ അതിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഓപ്പറേഷൻ എന്നുള്ളത്. ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പറേഷനിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഇത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മോഡല് കണ്ടന്റ്, പ്രൊഡക്റ്റ്, ഓപ്പറേഷൻ എന്നിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പെടാത്തത് ഏതാണെന്ന ചോദ്യം. അവിടെ അത് വരുന്നത് മെമ്മറി, കൊഗ്നിഷൻ, കൺവേർജന്റ് തിങ്കിങ്, ഇംപ്ലിക്കേഷൻ. ഏതാണ് വരാത്തത്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ഇംപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയാണ്? ഇംപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയാണ്? അത് പ്രൊഡക്റ്റിലാണ് അല്ലെ, പ്രൊഡക്റ്റിലാണ്. എന്നാൽ ഓപ്പറേഷൻസിലാണ് ഇവാലുവേഷൻ, കൺവേർജന്റ് പ്രൊഡക്ഷൻ അല്ലെ, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ്, അതുപോലെ മെമ്മറി, കൊഗ്നിഷൻ ഒക്കെ വരുന്നത്. സോ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും എഡ്യൂബിൾസ് ലേണിംഗിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടൈം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരു ഓഫർ കൂടി ഇപ്പോൾ ഉണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഓഫറിൽ തന്നെ എഡ്യൂബിൾസ് ലേണിംഗിന്റെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ താങ്ക് യു.